സർക്കാർ ജോലിക്കൊപ്പം കൃഷിക്കും സമയം കണ്ടെത്തുകയാണ് കോതമംഗലം സ്വദേശി ലൈജു പൗലോസ്. വിവിധയിനം പച്ചക്കറി, പഴവർഗ്ഗങ്ങൾ നട്ടുവളർത്തുന്നുണ്ടെങ്കിലും പ്ലാവാണ് കൂട്ടത്തിൽ പ്രധാനം. യുവാക്കൾക്കും സർക്കാർ സ്വകാര്യ മേഖല ജീവനക്കാർക്കും ഒരു മാതൃകയാണ് ലൈജുവിന്റെ കൃഷിത്തോട്ടം. എറണാകുളം കോതമംഗലം കാരക്കുന്നത്ത് പാട്ടത്തിനെടുത്ത സ്ഥലത്താണ് ലൈജു പൗലോസിന്റെ പ്ലാവിൻ തോട്ടം. കോതമംഗലം സർവീസ് സഹകരണ ബാങ്കിലെ അസിസ്റ്റന്റ് സെക്രട്ടറി കൂടിയാണ് ഈ കർഷകൻ. പ്ലാവിന് പ്രാധാന്യം നൽകിയുള്ള സമ്മിശ്ര കൃഷിയാണ് ലൈജു ചെയ്യുന്നത്. പാട്ടത്തിനെടുത്ത ഭൂമിയിൽ ബഡ് പ്ലാവുകൾ നട്ടുപിടിപ്പിച്ച് വിളവെടുക്കും. തുടർന്ന് വിപണനത്തിനായി കുന്നുകര സർവീസ് സഹകരണ ബാങ്കിന് കൈമാറാറാണ് പതിവ്. ഇതിനൊപ്പം തെങ്ങും വിവിധയിന ഫലവൃക്ഷങ്ങളും കൃഷി ചെയ്യുന്നുണ്ട്. രാവിലെ ജോലിക്ക് പുറപ്പെടുന്നതിന് മുമ്പുള്ള 2 മണിക്കൂറാണ് കൃഷിക്കും കോഴികളുടെ പരിചരണത്തിനുമായി മാറ്റിവെക്കുന്നത്. ഞാനൊരു സഹകരണ ബാങ്കിലെ ജീവനക്കാരനായതുകൊണ്ട് എനിക്കത് മുഴുവൻ സമയം ഈ മറ്റ് പച്ചക്കറികളും മറ്റ് പൈനാപ്പിൾ കൃഷിയൊക്കെ ഉണ്ടായിരുന്നു, അതിലേക്ക് ശ്രദ്ധിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ പ്ലാവ് കൃഷിയിലേക്ക് പതിയെ മാറിയത്. ഒരു മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് കുന്നുകര സർവീസ് സഹകരണ ബാങ്കിനാണ് ഞാനിപ്പോൾ ഈ ചക്ക കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും നമുക്കൊരു നട്ട് കഴിഞ്ഞാൽ 2 വർഷത്തിനുള്ളിൽ നമുക്ക് റിട്ടേൺ കിട്ടുന്ന ഒരു കൃഷിയായി നമുക്ക് പ്ലാവ് കൃഷി മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. വിവിധ ഇനത്തിൽപ്പെട്ട 200ഓളം കോഴികളെയും ലൈജു വളർത്തുന്നുണ്ട്. നിരവധി കൃഷികൾ വാണിജ്യാടിസ്ഥാനത്തിൽ ചെയ്തിട്ടുള്ള ലൈജുവിന് അതിനെല്ലാം വിപണന മേഖലകൾ കണ്ടെത്താനും കഴിയുന്നുണ്ട്. ന്യൂസ് 18 എറണാകുളം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.